സർക്കാരിന്റെ വിദ്യാലയ വികസന പദ്ധതിയായ PM ശ്രീയെ ചൊല്ലി കേരള രാഷ്ട്രീയത്തിലും വിദ്യാഭ്യാസ മേഖലയിലും ഉടലെടുത്ത തർക്കങ്ങൾ കനക്കുമ്പോൾ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര സഹായമാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള രാഷ്ട്രീയവും നയപരവുമായ വടംവലികൾക്കിടയിൽ കുടുങ്ങി 2023-24 അധ്യയന വർഷം മുതൽ കേരളത്തിന് ലഭിക്കേണ്ട 1584.81 കോടി രൂപയുടെ വികസന ഫണ്ടാണ് ഡൽഹിയിൽ തടഞ്ഞുവെക്കപ്പെട്ടിരിക്കുന്നത്. ഇത് സ്കൂളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ മാത്രമല്ല, അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പള വിതരണത്തെയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങളെയും പൂർണ്ണമായി നിശ്ചലമാക്കിയിരിക്കുകയാണ്. എന്താണ് PM ശ്രീ പദ്ധതി? ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനമാക്കി രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് PM ശ്രീ. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്കൂളുകൾക്ക് അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പഠനമുറികൾ, സ്പോർട്സ് ഗ്രാന്റുകൾ, ശാസ്ത്ര ലബോറട്ടറികൾ എന്നിവ ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഓരോ സംസ്ഥാനവും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി പ്രത്യേക ധാരണാപത്രത്തിൽ ഒപ്പുവെക്കേണ്ടതുണ്ട്. പദ്ധതിയുടെ പേര്, ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ചില നിർദ്ദേശങ്ങൾ, കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം തുടങ്ങിയ വിഷയങ്ങളിൽ നിലനിൽക്കുന്ന ഭിന്നതകളാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അരങ്ങേറിയത് സങ്കീർണമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ്. ആദ്യഘട്ടത്തിൽ പദ്ധതിയിലെ ചില വ്യവസ്ഥകളോട് വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും സമഗ്ര ശിക്ഷാ അഭിയാൻ വഴിയുള്ള ഫണ്ടുകൾ തടസ്സപ്പെടാതിരിക്കാൻ LDF സർക്കാർ 2025 ഒക്ടോബറിൽ കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ പിന്നീട് രാഷ്ട്രീയ എതിർപ്പുകളും പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുകളും ശക്തമായതോടെ പദ്ധതിയിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും തുടർ നടപടികൾ നിർത്തിവെക്കുകയും ചെയ്തു. കേരളം തുടർ നടപടികളിൽ നിന്നും പിന്നോക്കം പോയതോടെ സമഗ്ര ശിക്ഷാ പദ്ധതി വഴി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട മുഴുവൻ കേന്ദ്രവിഹിതവും കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചു. ഇതിനിടെ ധാരണാപത്രം ഒപ്പുവെച്ചതിന്റെ ആദ്യ ഗഡുവായി 92.41 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിരുന്നെങ്കിലും പിന്നീടുള്ള വലിയ തുകകൾ പൂർണ്ണമായി നിർത്തിവെക്കപ്പെട്ടു. UDF ഭരണമാറ്റത്തിന് ശേഷം നിലവിൽ വന്ന UDF സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ പ്രായോഗികമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും വികസന പദ്ധതികളുടെ സ്തംഭനവും കണക്കിലെടുത്ത് പദ്ധതിയിൽ നിന്ന് പെട്ടെന്ന് പിന്മാറാനാവില്ലെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ വശങ്ങൾ വിശദമായി പഠിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനുമായി ഒരു ഉപസമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് UDF സർക്കാർ. തടഞ്ഞുവെക്കപ്പെട്ട ഫണ്ടും അനുബന്ധ കണക്കുകളും, കേരളത്തിലെ വിദ്യാലയങ്ങളിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ലഭിക്കേണ്ട തുക ലഭിക്കാത്തത് സാമ്പത്തിക അടിത്തറ തകർത്തിരിക്കുകയാണ്. 2023-24 വർഷം മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ വിഹിതമായി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട 1584.81 കോടി രൂപ നിലവിൽ തടസ്സപ്പെട്ടിരിക്കുന്നു. സൗജന്യ പാഠപുസ്തകങ്ങൾ, യൂണിഫോം, സ്കൂളിലെത്താൻ കഴിയാത്ത കുട്ടികളുടെ പഠനം എന്നിവയ്ക്കായി അനുവദിച്ച 106.58 കോടി രൂപ കടലാസിൽ ഒതുങ്ങി നിൽക്കുകയാണ്. മുൻപ് ധാരണാപത്രത്തിൽ ഒപ്പിട്ട സമയത്ത് അനുവദിച്ച 92.41 കോടി രൂപ മാത്രമാണ് കേരളത്തിനാകെ ആശ്വാസമായി ലഭിച്ചത്. കേന്ദ്ര ഫണ്ട് മുടങ്ങിയതോടെ സാധാരണക്കാരായ കുട്ടികളും അധ്യാപകരും നേരിടുന്നത് മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള കടുത്ത ദുരിതങ്ങളാണ്. സമഗ്ര ശിക്ഷാ അഭിയാന് കീഴിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകർക്കും ജീവനക്കാർക്കും മാസങ്ങളായി ശമ്പളം ലഭിക്കുന്നുമില്ല. ഡയറ്റുകളിലെ ഉദ്യോഗസ്ഥർ, പാർട്ട് ടൈം അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് അധ്യാപകർ, കലാകായിക അധ്യാപകർ എന്നിവരുടെ ഉപജീവന മാർഗങ്ങൾ ഇതോടെ അടഞ്ഞു. കൂടാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ നിലച്ചു. ഊരുകളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ ഏർപ്പെടുത്തിയിരുന്ന ട്രാൻസ്പോർട്ട്, എക്സ്കോർട്ട് സൗകര്യങ്ങൾ ഫണ്ടില്ലാത്തതിനാൽ നിർത്തിവെക്കേണ്ടി വരുന്നു. പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകൾ വലിയ പ്രതിസന്ധിയിലാണ്. 300 ആൺകുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന 7 ഹോസ്റ്റലുകളുടെയും 80 പെൺകുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ഒരു ഹോസ്റ്റലിന്റെയും ദൈനംദിന ചെലവുകൾ നടത്താൻ തുകയില്ലാത്ത അവസ്ഥയുമാണ്. ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്ക് മാസം 200 രൂപ വീതം 10 മാസത്തേക്ക് നൽകിയിരുന്ന സ്കോളർഷിപ്പ് പൂർണ്ണമായും സ്തംഭിച്ചു. കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കുള്ള റീഡേഴ്സ് അലവൻസ്, ഭിന്നശേഷി കുട്ടികൾക്ക് ആവശ്യമായ പ്രത്യേക ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണം മുടങ്ങി. സ്കൂളുകളിൽ നടപ്പിലാക്കി വന്ന സോഷ്യൽ ഇൻക്ലൂഷൻ പദ്ധതികളുടെ പ്രവർത്തനവും നിശ്ചലമായി. കഴിഞ്ഞ 3 വർഷമായി സ്കൂളുകൾക്ക് നൽകി വരുന്ന സ്കൂൾ ഗ്രാന്റ്, ലൈബ്രറി ഗ്രാന്റ്, സ്പോർട്സ് ഗ്രാന്റ് എന്നിവ ലഭിക്കാതെയുമായി. ഇത് കാരണം ഡിജിറ്റൽ വെർച്വൽ ക്ലാസ് മുറികളുടെ പരിപാലനവും അടിസ്ഥാന സൗകര്യ വികസനവും തടസ്സപ്പെട്ടു. കൂടാതെ 1 മുതൽ 3 വരെയുള്ള
ക്ലാസുകളിൽ കുട്ടികളുടെ ഭാഷാ ഗണിതശേഷി ഉറപ്പിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികളും ഫണ്ടിന്റെ അഭാവത്തിൽ നിലച്ചിരിക്കുകയാണ്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള രാഷ്ട്രീയ നയ നിലപാടുകളിലെ തർക്കം ഒടുവിൽ ചെന്നെത്തുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്ന അവസ്ഥയിലാണ്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട അർഹമായ ഫണ്ട് നേടിയെടുക്കുക എന്നത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. UDF സർക്കാർ നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ടും അതിന്മേലുള്ള തുടർ നടപടികളും എത്രയും വേഗം പൂർത്തിയാക്കി തടഞ്ഞുവെച്ച 1584.81 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം ലഭ്യമാക്കാനുള്ള അടിയന്തര നീക്കങ്ങളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും ആനുകൂല്യങ്ങളും ബലി കഴിക്കപ്പെടരുത്.